എപ്പിസോഡ് തുടങ്ങുന്നതന്നെ നമ്മളുടെ ഹനയുടെ വീട്ടിലായിട്ട് താമസിച്ചിരുന്ന രണ്ട് പെൺകുട്ടികളില്ലേ, അവരെ രണ്ടുപേരെയും നമ്മുടെ ആ ഗുണ്ടകൾ പിടിച്ചിരുത്തി ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ്. അതായത് സോമൻ ഇപ്പൊ എവിടെയാണ് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട്. എന്നാ കുട്ടികളാണെങ്കിൽ സോമനെ പറ്റിയിട്ടുള്ള ഒന്നും തന്നെ പറഞ്ഞു കൊടുക്കത്തില്ല. അതേസമയം തന്നെ നമ്മളുടെ ആ ഈവിൾ സ്പിരിറ്റിനെ കാണിക്കും. അവനാണെങ്കിൽ അവന്റെ അച്ഛനെ ഇപ്പൊ കൊന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കാറിലായിട്ട് വെച്ച് ആ കാറിനെ തന്നെ നശിപ്പിച്ച് കളയും. എന്നിട്ട് അവൻ അകത്തോട്ട് വരാൻ നേരത്ത് പെട്ടെന്ന് തന്നെ അവന് അൺയൂഷ്വലായിട്ട് എന്തോ ഒരു ഫീലിംഗ് തോന്നും. അതായത് ഇവൻ പാസ്റ്റില് എന്തോ ഒന്ന് റിയലൈസ് ചെയ്യുന്നത് പോലെ. സംഭവം എന്തുവാ, നമ്മളുടെ സോമനും ഹനയും കൂടെ ഇപ്പൊ സോമന്റെ പണ്ടത്തെ ആ ഒരു മെമ്മറിയിലോട്ട് പോയിരിക്കുവല്ലേ. അവിടെ വെച്ചിട്ട് അവരാണെങ്കിൽ ആ ഈവിൾ സ്പിരിറ്റുമായിട്ട് അടികൂടാനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണെങ്കിൽ ഇപ്പൊ ഇവിടെയുള്ള നമ്മളുടെ യഥാർത്ഥ ഈവിൾ സ്പിരിറ്റില്ലേ, അവനും പെട്ടെന്ന് മനസ്സിലാവും. അവൻ വേഗം തന്നെ ആ ഒരു മെമ്മറിയിലോട്ട് അങ്ങ് കടന്നു ചെല്ലും. അവിടെയായിട്ട് അവനാണെങ്കിൽ നമ്മളുടെ സോമനെ നല്ലതുപോലെ എടുത്തിട്ട് അടിക്കാൻ തുടങ്ങും. സോമൻ ഇവന്റെ കൂടെ നല്ലതുപോലെ ഫൈറ്റ് ചെയ്യും. നമ്മുടെ ഹനയ്ക്കാണെങ്കിൽ ഒന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല. പെട്ടെന്ന് തന്നെ സോമനും ആ ഈവിൾ സ്പിരിറ്റും കൂടി അവിടെ നിന്ന് മാഞ്ഞങ്ങ് പോകും. എന്നിട്ട് നേരെ വരുന്നത് നമ്മുടെ ഈവിൾ സ്പിരിറ്റ് ഇപ്പൊ എവിടെയാണോ യഥാർത്ഥത്തിൽ താമസിക്കുന്നത് അതേ സ്ഥലത്തായിട്ടാണ്. നമ്മുടെ സോമനാണെങ്കിൽ ഒന്നും തന്നെ മനസ്സിലാവത്തില്ല. അവൻ അവിടെ ഉള്ള ചെറിയ ഡീറ്റെയിൽസ് ഒക്കെ ശ്രദ്ധിക്കും. എന്നാൽ പെട്ടെന്ന് തന്നെ അവർ ബാക്ക് ടു ആ ഒരു മെമ്മറിയിലോട്ട് തന്നെ തിരിച്ചു വരും. ഇവിടെയായിട്ട് നമ്മളുടെ ഹനയ്ക്കൊരു കാര്യം മനസ്സിലാവും. അതായത് ഈ ഈവിൾ സ്പിരിറ്റ് ആണെങ്കിൽ നമ്മളുടെ സോമനെ കൊന്നു കളയാനാണ് നോക്കുന്നേ എന്ന്. അവള് വേഗം തന്നെ റിയാലിറ്റിയിലോട്ട് വന്നിട്ട് സോമനെ ആ മയക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ അവനാണെങ്കിൽ ഒരു വിധത്തിലും എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല. അത് കാരണം നമ്മളുടെ ഹനയാണെങ്കിൽ വേഗം തന്നെ വീണ്ടും ആ മെമ്മറിയിലോട്ട് വന്നിട്ട് അവനെ രക്ഷിക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യും. ഈ ഈവിൾ സ്പിരിറ്റ് ആണെങ്കിൽ സോമനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആ വണ്ടിനെ തന്നെ കൺട്രോൾ ചെയ്തിട്ട് അവനെ നേരെ ഇടിക്കാൻ വേണ്ടിയിട്ട് വരും. എന്നാൽ എങ്ങനെയും ഒരു തലനാരിഴക്കാണ് നമ്മളുടെ സോമനും ഹനയും അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഇവര് റിയാലിറ്റിയിലായിട്ട് വരുന്നതാണ്. ഇവര് വേഗം തന്നെ നമ്മളുടെ മിസ്സിസ് ചായയുടെ അടുത്തും അതേപോലെ മോട്ടാക്കിന്റെ അടുത്തും കാര്യം പറയാൻ വേണ്ടിയിട്ട് വരും. അതായത് നമ്മളുടെ സോമന്റെ പേരൻസിനെ വേറെ ആരും ആക്സിഡന്റിലാക്കി കൊന്നതല്ല, അതിനെ ഒരു ഈവിൾ സ്പിരിറ്റ് ക്യാപ്ചർ ചെയ്ത് വെച്ചേക്കുക എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ മോട്ടാക്കാരനല്ല സോമന്റെ അടുത്ത് വന്നിട്ട് പറയും, എനിക്ക് അപ്പോഴേ തോന്നി നിന്നെ എനിക്ക് എന്തോ പരിചയമുള്ളത് പോലെ ഉണ്ടത്. നിന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് അങ്ങനെയാ തോന്നിയത്. പെട്ടെന്ന് തന്നെ നമ്മുടെ സോമനാണെങ്കിൽ അവിടെ പറയും, എൻ്റെ അച്ഛനും അമ്മയായിട്ട് ലാസ്റ്റ് ഞാൻ ട്രാവൽ ചെയ്ത സമയത്ത് അച്ഛൻ മേയറിന്റെ ഒരു ന്യൂസ് കേട്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇതിനോടനെ തന്നെ ഒരു അന്ത്യം കണ്ടുപിടിക്കുമെന്ന്. ഇപ്പൊ നമ്മുടെ ടീമിന്റെ മൊത്തത്തിലുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാലേ ഈ ഒരു ഈവിൾ സ്പിരിറ്റിനെ പിടിക്കുക എന്നുള്ളതായിരുന്നു. ഇവിടെ നമ്മളുടെ സോമനാണെങ്കിൽ ഒരു പിക്ചർ തന്നെ ഇവൻ്റെ ഇത് വരച്ചു വെച്ചിട്ടുണ്ട്. ഈ ഫോട്ടോ തന്നെ നമ്മളുടെ ആ ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള കിമ്മിന് അയച്ചു കൊടുത്തിട്ട് മോണ്ടാക്ക് ചോദിക്കും, ഇതേ ആള് തന്നെയാണോ മറ്റേ ആ ബിസിനസ്സുകാരനെ കൊന്നത് എന്ന്. അതായത് ഇവരുടെ കയ്യിൽ CCTV ഫുട്ടേജ് ഉണ്ടായിരുന്നു. ഇത് കാണുന്ന നമ്മളുടെ കിമ്മായിരുന്നാലും അതങ്ങ് സമ്മതിച്ചു കൊടുക്കും. അവര് പറയും അതെ ഇതേ ആള് തന്നെയാണ് എന്ന്. ഇവിടെ നമ്മളുടെ കിമ്മും മോട്ടാക്കും കൂടി പേഴ്സണലായിട്ട് സംസാരിക്കാൻ തുടങ്ങും. അവര് ഡിസ്കസ് ചെയ്യുന്നത് തന്നെ ഈ കില്ലർ, അതായത് നമ്മളുടെ ഈവിൾ സ്പിരിറ്റ് ഇല്ലേ, അവൻ ആരെയൊക്കെ കൊന്നിട്ടുണ്ട് എന്ന. ആ ലിസ്റ്റിലായിട്ട് നമ്മളുടെ സോമന്റെ പേരൻസും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അടുത്ത ദിവസം നമ്മളുടെ സോമൻ കിടന്നുറങ്ങാൻ നേരത്ത് അവന് പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ ഫ്ലാഷ് ആവുന്നതാ. അതായത് ആ ഈവിൾ സ്പിരിറ്റായിട്ട് ഫൈറ്റ് ചെയ്തപ്പോൾ അവൻ ഏതോ ഒരു സ്ഥലത്തോട്ട് ടെലിപ്പോർട്ടായി വന്നിട്ടില്ലായിരുന്നോ, ആ സ്ഥലം ഏതാണെന്ന് അവന് ചെറിയൊരു ഓർമ്മ വരും. അവനവിടുത്തെ ചെറിയ കാര്യങ്ങൾ ഓർമ്മ വരും. ഒരു വർക്ക്ഷോപ്പ് ആണെന്ന് മനസ്സിലാവും. അങ്ങനെ അവൻ അടുത്ത ദിവസം തന്നെ എല്ലാവരുമായിട്ട് ആ ഒരു വർക്ക്ഷോപ്പ് കണ്ടുപിടിച്ച് അവിടെയായിട്ട് വന്ന് തെരച്ചിലൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അവിടെയായിട്ട് ഇവർക്ക് കുറച്ച് തെളിവുകളും കിട്ടും. അതായത് നമ്മളുടെ ഈ ഈവിൾ സ്പിരിറ്റിലെ അവൻ ഇട്ടിരുന്ന ഡ്രസ്സ്, അതിനകത്ത് അവന്റെ പേര് പ്രിന്റഡ് ആയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവന്റെ അച്ഛന്റെ ഡെഡ് ബോഡി. ഇതെല്ലാം തെളിവ് സംഘടിപ്പിക്കുന്ന സമയത്ത് നമ്മളുടെ ആ ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള കിമ്മും ഉണ്ടായിരുന്നു. അവരും ഇതിനെല്ലാം ദൃക്സാക്ഷിയായിട്ട് നിൽക്കും. അവർ ഈ കേസിനെ നല്ലതുപോലെ ഹാൻഡിൽ ചെയ്യുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഈ ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള കിമ്മില്ലേ, അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന കോവർക്കേഴ്സിനെയാണ്. അവർക്കാർക്കും നമ്മളുടെ കിമ്മാണെങ്കിൽ ഈ ഒരു കേസിനകത്ത് ഇത്ര ഇൻട്രസ്റ്റ് കാണിക്കുന്ന അത്ര ഇഷ്ടമൊന്നുമല്ല. അതായത് നമ്മുടെ ഈ കിമ്മാണെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവളുടെ കുഴി തന്നെ തോണ്ടിക്കൊണ്ടിരിക്കുവല്ലേ. അതുകൊണ്ട് തന്നെ അവരെല്ലാം ഇവളെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്ന വേറൊരാളിനെയാണ്. അയാളൊരു ബിസിനസ്മാൻ ആണ്. അയാളാണെങ്കിൽ അയാളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിനെ കൊന്നതിന്റെ പേരിൽ ഇപ്പം മീഡിയയുടെ മുമ്പിലായിട്ട് ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് കാണുന്ന നമ്മളുടെ ഹന പെട്ടെന്ന് തന്നെ അപ്സെറ്റ് ആവും. കാര്യം എന്താന്ന് വെച്ചാൽ ഇത് അവളുടെ അങ്കിളായിരുന്നു. അവളുടെ ഫാമിലിക്ക് വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നപ്പോൾ ഇവളുടെ ഈ അങ്കിളിന്റെ അടുത്ത് ക്യാഷ് ചോദിക്കാൻ വന്നിട്ടുണ്ട്. എന്നാൽ അയാളാണെങ്കിൽ ഇവക്ക് ക്യാഷ് ഒന്നും കൊടുത്തില്ല. അവളെ ഇൻസൾട്ട് ചെയ്ത് അവിടെ നിന്ന് പറഞ്ഞു വിടുക ചെയ്തത്. ഇത് കാണുന്ന നമ്മളുടെ ഹനയ്ക്ക് പെട്ടെന്ന് അതെല്ലാം ഓർമ്മ വരും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ആ ഗുണ്ടയില്ലേ, അയാളാണെങ്കിൽ അവന്റെ ചേട്ടൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നയാ, മൂട്ടാക്ക് ഇപ്പോഴും ജീവനോടെയുണ്ട്, അവന്റെ ഫോട്ടോസൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്ന്. എന്നാൽ അയാളാണെങ്കിൽ അതൊന്നും വിശ്വസിക്കാൻ റെഡി ആയിരുന്നില്ല. അവരിപ്പോൾ സംസാരിക്കുന്നത് മൊത്തം മേയറിനെ പറ്റിയിട്ടാണ്. അതായത് ഈ പ്രശ്നങ്ങളുടെ എല്ലാം മെയിൻ ആയിട്ടുള്ള ഒരാളെന്ന് വെച്ചാൽ ഈ മേയറാണ് കേട്ടോ. അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ സോമനും ടീമും ഇല്ലേ, അവരെ കാണാൻ വേണ്ടിയിട്ട് മറ്റേ ആ പണക്കാരൻ
കാരനായിട്ടുള്ള ആ ഒരു അൺക്യാനി കൗണ്ടർ ആയിട്ടുള്ള ആളില്ലേ, അയാൾ വരുന്നതാണ്. അയാൾ വന്നിട്ട് ഇവരുടെ എല്ലാവരെയും ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുക്കും. അതായത് ഇവരെല്ലാവരും ഭയങ്കര ക്രിമിനൽസ് ആണ്, ഇവർ കുറേ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവരെ എല്ലാം മാനേജ് ചെയ്യുന്നത് മേയർ എന്നും പറഞ്ഞിട്ടൊരാളാണ്, അയാളാണ് ഇതിന്റെ എല്ലാം ബോസ് എന്നൊക്കെ പറയും. അതേപോലെ തന്നെ നേരത്തെ കാണിച്ചൊരു ബിസിനസ് മാൻ ഇല്ലേ, അയാളെയും കാണിച്ചു കൊടുക്കും. ഇത് കാണുന്നത് നമ്മളുടെ ഹന അവിടെ പറയും, അതായത് ഇയാൾ എൻ്റെ അങ്കിളാണ്, ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്പനി എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ കമ്പനിയായിരുന്നു, ഇയാളത് തട്ടിയെടുത്തതാണ് എന്ന്. ഇത് കേൾക്കുന്നതും എല്ലാവരും ഭയങ്കര ഷോക്കാവും. അതേസമയം തന്നെ അവിടെയായിട്ട് നമ്മുടെ മോട്ടാക്കിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഗുണ്ടയില്ലേ, അവൻ കുറേ ആൾക്കാരായിട്ട് വരും. എന്നാൽ ഇത് കാണുന്നത് നമ്മുടെ മിസ്സിസ് അടങ്ങിയിരിക്കത്തൊന്നുമില്ല. അവരാണെങ്കിൽ ഇവന്മാരെ അടിച്ച് നേരെയാക്കും. അവിടെയായിട്ട് നമ്മുടെ മോട്ടാക്ക് ഈ ഗുണ്ടയുടെ കൈ കയറി പിടിക്കുന്നതും പെട്ടെന്ന് തന്നെ അവന് മനസ്സിലാവും. അതായത് നമ്മുടെ ഈ മേയർ എന്ന് പറഞ്ഞ ആളില്ലേ, അയാള് ഉടനെ തന്നെ പ്രസിഡന്റ് ആവാൻ വേണ്ടിയിട്ട് ഇലക്ഷന് നിൽക്കാൻ പോവുക എന്ന്. നമ്മുടെ മോട്ടാക്കാണെങ്കിൽ ഈ ഗുണ്ടയുടെ മെമ്മറി എല്ലാം റീഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഇവന്മാരെല്ലാം അവിടെ നിന്ന് പേടിച്ചങ്ങ് ഓടിപ്പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് മോട്ടാക്കാണെങ്കിൽ അവൻ കണ്ട കാര്യങ്ങളെല്ലാം അവിടെയായിട്ട് പറയുന്നതാണ്. നമ്മുടെ സോമനായിരുന്നാലും കുറെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവന്റെ പേരൻസിന്റെ ഒരു ഡയറി അവന്റെ കയ്യിലുണ്ടല്ലോ, ആ ഡയറിക്കകത്താണെങ്കിൽ അവൻ ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിൽ കുറച്ച് നമ്പേഴ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അവൻ ഇതിനെപ്പറ്റി എല്ലാം ഈ ടീം മെമ്പേഴ്സിന്റെ അടുത്ത് പറയും. എന്നിട്ട് പറയും ഇതിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ എന്ന്. എങ്കിലും ഈ നമ്പേഴ്സ് എന്തുവാന്ന് അവർക്ക് ഇപ്പോഴും ഒരു ധാരണയുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ആ മേയറും ടീം മെമ്പേഴ്സും ചേർന്നിരുന്നിട്ട് ഒരു മീറ്റിംഗ് എന്നെ കണ്ടക്ട് ചെയ്യുന്നതാണ്. അവിടെയായിട്ട് പോലീസിലുള്ള ഒരു വലിയ ആൾ വന്നിട്ട് പറയും, അതായത് ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള കിം ആണെങ്കിൽ ഇപ്പൊ മേയറുടെ പുറമെയാണ് അവർ നിങ്ങളുടെ കേസസ് ആണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. എന്നാൽ മേയർ ഇവിടെ പറയുന്നത് തന്നെ എന്തൊക്കെയായിരുന്നാലും നമുക്ക് അതൊന്നും മൈൻഡ് ആക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ മെയിൻ ഫോക്കസ് ചെയ്യേണ്ടത് ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുന്ന ആ വില്ലനില്ലേ, അതായത് നമ്മളുടെ ഈവിൾ സ്പിരിറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അവനെ എന്തായിരുന്നാലും കണ്ടുപിടിച്ച് കൊന്നു കളഞ്ഞേ പറ്റത്തുള്ളൂ എന്ന്. അതുകൊണ്ട് ഈ മേയറും ടീം മെമ്പേഴ്സും എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ ഫുൾ വീഡിയോസും കാര്യങ്ങളും എല്ലാം എല്ലായിടത്തും അങ്ങ് പബ്ലിഷ് ആക്കും. എന്നിട്ട് ഇവനെ ഒരു വാണ്ടഡ് ലിസ്റ്റിലും ആഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ഇപ്പൊ എവിടെ പോയാലും അവന് ഭയങ്കര ഡേഞ്ചറാണ്. നമ്മളുടെ ഈ ഈവിൾ സ്പിരിറ്റ് ആണെങ്കിൽ ഒരു ഷോപ്പിലായിട്ട് വരുന്നതും അവിടെ വെച്ചിട്ട് നമ്മളുടെ മേയറിന്റെ മോനെ കാണും. അവനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സോമന്റെ ശത്രുവാണ്. ഇവനെ കാണുന്നതും ഈവിൾ സ്പിരിറ്റിന് പെട്ടെന്ന് തന്നെ കത്തും, അതായത് ഇവനും അവനിൽ ഒരാളാണ് എന്ന്. അവൻ ഉടനെ തന്നെ പറയും നമുക്കിനി വീണ്ടും കാണാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നങ്ങ് പോവും. അതിനുശേഷം കാണിക്കുന്ന നമ്മളുടെ ആ ഗുണ്ടയും ടീംസും ഇല്ലേ, അവരാണെങ്കിൽ സോമനെയും ടീമിനെ പിടിക്കാൻ വേണ്ടിയിട്ട് അവരുടെ വണ്ടിയിലായിട്ട് ഒരു ലൊക്കേഷൻ ട്രാക്കർ എടുത്ത് സംഘടിപ്പിച്ചങ്ങ് വയ്ക്കും. ഇവരാണെങ്കിൽ ഇപ്പൊ പോകുന്നത് തന്നെ മറ്റേ ആ ബിസിനസ് ഓണറിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മളുടെ ഹനയ്ക്കൊരു വിഷം വന്നിട്ടുണ്ടായിരുന്നു, അവനാണെങ്കിൽ വേറൊരാളിനെ കൊല്ലാൻ പോകുന്നതായിട്ട്. അങ്ങനെ അയാളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പോകുന്നത്. എന്നാൽ പോകുന്ന വഴിയിൽ വെച്ചിട്ട് നമ്മളുടെ ഈ ഗുണ്ടയും ടീംസും കൂടി വന്നിട്ട് നമ്മുടെ മോട്ടാക്കിനെ ഹനേനെയും സോമിനെയും എല്ലാം കൂടി ചേർത്ത് വണ്ടി കൊണ്ടുവന്ന് ഇടിച്ച് അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. ആ വണ്ടിയുടെ കോലം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അതിനകത്തുള്ള എല്ലാവരും മരിച്ചുപോയി എന്ന്. എന്നാൽ ഇവിടെയായിട്ട് നമ്മളുടെ ആ ഗുണ്ടയാണെങ്കിൽ ഇവരുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നതും അതിൽ നിന്ന് നമ്മളുടെ മോട്ടാക്കാണെങ്കിൽ ഭയങ്കര മാസമായിട്ട് ഇറങ്ങി വരും. ഇത് കാണുന്ന ആ ഗുണ്ട നല്ലതുപോലെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ ഹെവനിൽ കാണിക്കും, അവിടെ നമ്മളുടെ വീഗൻ ആയിരുന്നാലും ബാക്കിയുള്ള എല്ലാവരും ഈ ഒരു ആക്സിഡന്റ് കാരണം നല്ലതുപോലെ വീക്കായിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവർ പേടിച്ചു പോവും. അവരാണെങ്കിൽ വേഗം തന്നെ ചോദിക്കും, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ, നിങ്ങൾ ഓക്കെ അല്ലേ എന്ന്. ഉടനെ തന്നെ എല്ലാവരും ഓക്കെ ആണെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഇവര് നേരെ തന്നെ നമ്മളുടെ ആ ഹനയുടെ അങ്കിളില്ലേ, അയാളെ കാണാൻ വേണ്ടിയിട്ട് ചെല്ലുന്നതാണ്. അയാളാണെങ്കിൽ ഇപ്പൊ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടെ ഹന വന്നിട്ട് ഇയാളെ അടിച്ച് ശരിയാക്കും. സത്യത്തിൽ നമ്മുടെ ഹനയുടെ പേരൻസ് ആണെങ്കിൽ സ്വന്തമായിട്ട് വിഷം കഴിച്ചിട്ടാണ് മരിച്ചത്. ഇതൊക്കെ ആലോചിക്കുന്നത് നമ്മുടെ ഹനയ്ക്കാണെങ്കിൽ ഇവളുടെ അങ്കിളിനെ അങ്ങോട്ട് അടിച്ച് നേരെയാക്കാൻ പറ്റത്തില്ല, അയാളെ ആണെങ്കിൽ സമ്മോൺ ചെയ്യാനും പറ്റത്തില്ല. അങ്ങനെ അവസാനം നമ്മളുടെ സോമനാണ് അയാളെ സമ്മോൺ ചെയ്ത് ആഫ്റ്റർ ലൈഫിലോട്ട് പറഞ്ഞു വിടുന്നത്. ഇവിടെ ആയിട്ട് ആ ഈവിൾ സ്പിരിറ്റിന് നല്ലതുപോലെ പണിഷ്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളുടെ സോമനായിരുന്നാലും അവന്റെ കയ്യിലായിട്ട് ഒരു ID കാർഡ് വെച്ചിട്ടുണ്ട്. അതായത് ഇയാൾ ആദ്യമേ കൊന്ന ആരെയാണോ അയാള് അവിടെ നിൽക്കുന്നുണ്ട്. അയാള് പറയും എൻ്റെ ആദ്യത്തെ ജോലിയായിരുന്നു, എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ജോബിന് കയറിയത് എന്ന്. ഇയാളൊരു സ്റ്റാഫിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ്, അവസാനം ഇയാൾക്ക് തന്നെ പണി കിട്ടി. അയാളുടെ ID കാർഡ് അയാളുടെ കഴുത്തിൽ മുറുക്കിയിട്ടാണ് അവനെ കൊന്നു കളഞ്ഞത്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ വീഗനായിരുന്നാലും ഭയങ്കര സങ്കടം തോന്നിയിട്ട് അവന്റെ മരിച്ചുപോയ മുത്തശ്ശിയുടെ കൂടെയാണ് അവനെ ആഫ്റ്റർ ലൈഫിലോട്ട് പറഞ്ഞു വിടുന്നത്. ഇതൊക്കെ കാണുന്നേ നമ്മുടെ സോമന് നല്ല സങ്കടമാവും. അതേപോലെ തന്നെ നമ്മുടെ ഹനയാണെങ്കിൽ ഇവളുടെ അങ്കിള് കൊന്നു കളഞ്ഞ ആ ഒരു സ്റ്റാഫില്ലേ, അവന്റെ ID കാർഡും തപ്പിപ്പോവും. അങ്ങേരാണെങ്കിൽ ആ ID കാർഡിന് ഒരു പെൺകുട്ടിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഹനയാണെങ്കിൽ അവളുടെ കയ്യിൽ നിന്ന് ID കാർഡ് വാങ്ങി അതിനെ പോലീസിന്റെ കയ്യിലായിട്ട് കൊണ്ടുവന്ന് സറണ്ടർ ചെയ്യും. എന്താന്ന് വെച്ചാൽ ഇപ്പൊ മരിച്ചുപോയ സ്റ്റാഫിനെ കൊന്നു എന്നതിന്റെ പേരിലുള്ള ഒരു തെളിവാണല്ലോ ഈ ഒരു ID കാർഡ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഹനയാണെങ്കിൽ നമ്മുടെ ടീംമേറ്റ്സിന്റെ കൂടെ വന്നിരുന്ന് ഫുഡ് കഴിക്കുന്നതാണ്. അവക്കാണെങ്കിൽ അവിടുത്തെ ഫുഡൊക്കെ കാണുന്നത് പെട്ടെന്ന് തന്നെ അവളുടെ അനിയത്തിനെ മിസ് ചെയ്യും. അവളുടെ സ്പിരിറ്റിനെ കാണുന്നത് പോലെയും തോന്നും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹനയാണെങ്കിൽ അവളുടെ അനിയത്തി എടുത്ത് സോറി പറയും. എന്നിട്ട് പറയും തന്നെ നീ
ഈ ചേച്ചിയോട് ക്ഷമിക്കണം. ഞാൻ ഒറ്റയ്ക്കാണ് നമ്മളുടെ ആ ഫാമിലിയിൽ നിന്ന് സർവൈവ് ചെയ്തത്, നീ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അവള് ഭയങ്കര ഇമോഷണൽ ആവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം പോലീസ് വന്നിട്ട് നമ്മളുടെ ഹനയുടെ അങ്കിളില്ലേ അയാളെ അറസ്റ്റ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ മോട്ടാക്കാണെങ്കിൽ ആ ഗുണ്ടനെ കാണാൻ വേണ്ടിയിട്ട് അവന്റെ ഓഫീസിലായിട്ട് വരുന്നയാ. എന്നിട്ട് ചോദിക്കും, അല്ല നിങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ആൾക്കാരെ കൊല്ലുന്നതും അവരെ ഇങ്ങനെ കുഴിച്ചു മൂടുന്നതൊക്കെ ഭയങ്കര നിസ്സാര കാര്യമായിരിക്കല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ വെറുതെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. എനിക്കറിയാം നിങ്ങളാണെങ്കിൽ ആ പെൺകുട്ടിയുടെ ബോഡീനെ ഏതൊരു തടാകത്തിലാണ് കൊണ്ടുപോയി കുഴിച്ചു മൂടിയിരിക്കുന്നത് എന്ന്. അവളുടെ ബോഡി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ തടാകം തന്നെ വറ്റിക്കേണ്ടി വന്നാൽ ഞാൻ അതും ചെയ്യാൻ റെഡിയാണ് എന്നൊക്കെ നമ്മളുടെ മോട്ടാക്ക് അവിടെ നിന്ന് പറഞ്ഞിട്ടങ്ങ് പോവും. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുന്നത് നമ്മളുടെ ഈ ഗുണ്ടയാണെങ്കിൽ അവന്റെ ചേട്ടൻ്റെ അടുത്ത് വന്നിട്ട് കാര്യമെല്ലാം പറയും. എന്നിട്ട് പറയും അവനാണെങ്കിൽ ഓരോന്നൊക്കെ ചെയ്യുമെന്നാ പറഞ്ഞിരിക്കുന്നത് എന്ന്. പെട്ടെന്ന് തന്നെ ഇവന്റെ ചേട്ടൻ പറയും, നീ എന്തായിരുന്നാലും മോട്ടാക്കിനെ ഇപ്പൊ ഒന്നും ചെയ്യണ്ട, അവന്റെ മേലൊരു കണ്ണുണ്ടായിരുന്നാൽ മാത്രം മതി, അവൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് മാത്രം അപ്ഡേറ്റ് ചെയ്താൽ മതി എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ മോട്ടാക്കും അതേപോലെ സോമനും കൂടി ഒരുമിച്ച് ഈ ഒരു കേസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അവരാണെങ്കിൽ പല പല തെളിവുകളും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നോക്കും. ഇവരിപ്പോ സെർച്ച് ചെയ്യുന്നത് തന്നെ അങ്ങനെ ഒരു തടാകം ഇപ്പൊ എവിടെയാണോ ഉള്ളത് എന്നൊക്കെയാണ്. എന്നാൽ അവർക്കത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇവിടെ നമ്മളുടെ സോമന്റെ ഫ്രണ്ട്സ് അവനെ സഹായിക്കും. അവിടെയായിട്ട് അവന്റെ കൂട്ടുകാർ പറയാൻ തുടങ്ങും, നിങ്ങളിപ്പോ അന്വേഷിക്കുന്ന തടാകം 7 വർഷം മുന്നേ ഉള്ളതാണ്, അതിപ്പോ യഥാർത്ഥത്തിൽ ഉണ്ടോ അതോ വറ്റിപ്പോയോ ആർക്കറിയാം, നമുക്കതൊന്ന് സെർച്ച് ചെയ്ത് നോക്കാന്ന് പറയും. അങ്ങനെ അവര് സെർച്ച് ചെയ്യുമ്പോൾ 7 വർഷം മുന്നേ ഉണ്ടായിരുന്ന ഒരു നല്ല തടാകം ഇപ്പൊ വറ്റിപ്പോയിട്ടുണ്ട്. അതായത് ഇപ്പൊ അവര് സെർച്ച് ചെയ്യുന്ന തടാകം അതാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്നർത്ഥം. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഈവിൾ സ്പിരിറ്റ് ഇല്ലേ, അവനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പോസ്റ്റേഴ്സ് എല്ലായിടത്തും ഒട്ടിച്ചു വെച്ചേക്കുമായിരുന്നു. അതായത് അവനിപ്പോ ഒരു വാണ്ടഡ് ക്രിമിനലായി മാറിയിട്ടുണ്ട്. ഇത് കാണുന്നേ നമ്മളുടെ സോമൻ വിചാരിക്കും എന്തായിരുന്നാലും അവനെ പിടിച്ചേ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ അവൻ നടന്നു പോകുന്ന വഴിക്ക് അവിടെ പോസ്റ്റിലായിട്ടൊരു നമ്പർ കാണും. ഈ നമ്പർ കാണുന്നേ നമ്മളുടെ സോമൻ അത് ഭയങ്കര ഫെമിലിയർ ആയിട്ടാ ഫീൽ ചെയ്യുന്നത്. പെട്ടെന്ന് നോക്കുമ്പോൾ എന്തോ ഇവന്റെ പേരൻസിന്റെ ഡയറിയിലായിട്ട് എഴുതി വെച്ചിരുന്ന അതേ നമ്പർ തന്നെയായിരുന്നു. അതായത് നമ്മുടെ സോമന് മനസ്സിലാവും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നിന്റെ നമ്പറല്ല, അതായത് അവന്റെ അച്ഛൻ തെരഞ്ഞുകൊണ്ടിരുന്ന കേസിന്റെ തെളിവൊക്കെയുള്ള ഏറ്റവും അടുത്തുള്ള പോസ്റ്റിന്റെ നമ്പറാണ് എന്ന്. ഇതിനെപ്പറ്റി അവൻ എല്ലാവരും പറയും. അതിനുശേഷം കാണിക്കുന്നത് നമ്മളുടെ പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ എല്ലാവരും നമ്മളുടെ ആ ഈവിൾ സ്പിരിറ്റില്ലേ അവനെ പിടിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു. ഇവിടെയായിട്ട് ഒരു കമ്മീഷണർ വന്നിട്ട് നമ്മളുടെ കിമ്മിന്റെ അടുത്ത് പറയും, അതായത് ഇവനെ കണ്ടുപിടിക്കാനുള്ള മിഷൻ അത് നിന്നെ തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന്. ഇവര് വിചാരിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ കിമ്മിനെ ഈ മേയറിന്റെ കേസിൽ നിന്നൊന്ന് ഡീവിയേറ്റ് ആക്കി കഴിഞ്ഞാൽ അവൾ വേറെ ഏതെങ്കിലും കേസിന്റെ പുറകെ പോകുമല്ലോ, അപ്പോൾ മേയറിന് സുഖമായിട്ട് പ്രസിഡന്റ് ആവാൻ പറ്റുമല്ലോ എന്നൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സോമനും ടീമും കൂടി ചേർന്നിട്ട് അവരേത് പോസ്റ്റ്, അതായത് പോളിന്റെ നമ്പറാണോ കണ്ടുപിടിച്ചത് അതിന്റെ അടുത്തായിട്ട് എത്തുന്നതാണ്. അവിടെ വന്ന് നോക്കുമ്പോൾ അവിടെയായിട്ടുള്ള സ്ട്രീറ്റ് കാണുന്ന നമ്മളുടെ സോമന് മനസ്സിലാവും, അതായത് അവന്റെ പേരൻസിന്റെ ആ ഒരു മെമ്മറി കാർഡിലുണ്ടായിരുന്ന ഫൂട്ടേജ് ഇല്ലേ അതിന്റെ സെയിം ലൊക്കേഷൻ തന്നെയാണ് ഇത് എന്ന്. അതിനുശേഷം കാണിക്കുന്നത് നമ്മളുടെ ആ വില്ലത്തീനെയാണെങ്കിൽ കുറെ പോലീസുകാർ ചേർന്നിരുന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ്. എന്നാൽ അവള് ഭയങ്കര വിയേർഡായിട്ടാണ് സംസാരിക്കെടുക്കുകയൊക്കെ ചെയ്യുന്നത്. അവൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നോക്കും. പോകുന്ന വഴിയിലായിട്ട് നമ്മളുടെ ആ ഈവിൾ സ്പിരിറ്റിന്റെ ഫോട്ടോ കാണും. പെട്ടെന്ന് തന്നെ അവൾക്ക് മനസ്സിലാവും ഇവൻ ഒരു ഈവിൾ സ്പിരിറ്റ് ആണ് എന്ന്. എന്നാൽ പോലീസാണെങ്കിൽ ഇവളെ വേഗം തന്നെ അറസ്റ്റ് ചെയ്യും. ഇവക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ സോമനും ടീമും കൂടി ചേർന്നിട്ട് ആ തടാകം പോലത്തെ സ്ഥലമില്ലേ അവിടെയായിട്ട് വന്ന് നോക്കുന്നതാണ്. അവിടെ എല്ലാം ഇപ്പോൾ വരണ്ടു പോയിട്ടുണ്ടായിരുന്നു. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേയറിന്റെ ടീം മെമ്പേഴ്സ് എല്ലാ വേസ്റ്റുകളും കൊണ്ടുവന്ന് കളയുന്ന ഒരു സ്ഥലമാണ്. ഇവിടെയായിട്ട് നമ്മളുടെ മിസ്സസ് ചായ ആയിരുന്നാലും പറയും, ആ പെൺകുട്ടിയുടെ ബോഡി നമ്മൾ ഇത്രയും വലിയ സ്ഥലത്ത് നിന്ന് എവിടെ നിന്ന് കണ്ടുപിടിക്കാനായെന്ന്. അവിടെയായിട്ട് ഡ്രോണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ആര് വരുന്നു പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് നമ്മളുടെ മോട്ടാക്ക് തന്നെയായിരുന്നു. അങ്ങനെ നമ്മളുടെ സോമനും ടീമും കൂടി ചേർന്നിട്ട് അവിടെയുള്ള വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ നോക്കും. അവിടെയായിട്ട് നല്ല സ്മെല്ലുള്ള ഒരു വെള്ളം ഉണ്ടായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ എല്ലാ വേസ്റ്റിനെയും നല്ലതുപോലെ അലിയിച്ചെടുക്കുന്ന ഒരു തരം കെമിക്കൽ റിയാക്ഷൻ ഉള്ള വെള്ളമാണ്. ഈ വെള്ളത്തിനെ അവർ ഒഴുക്കി വിടുന്നത് തന്നെ എല്ലാ ആൾക്കാരും കുടിക്കുന്ന ഒരു തടാകത്തിലോട്ടാണ്. ഇത് കാണുന്നേയും നമ്മളുടെ സോമനും മിസ്സസ് ചായും എല്ലാവരും ഷോക്കാവും. എന്താന്ന് വെച്ചാൽ എല്ലാ ആൾക്കാരും ഇപ്പൊ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഇത്രയും ചീത്തയായിട്ടുള്ളൊരു വെള്ളമാണല്ലോ എന്നും ആലോചിച്ചിട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് അവരവിടെ ആയിട്ടൊരു ക്യാമറയെ സംഘടിപ്പിച്ചിട്ടാ പോകുന്നത്. എന്താന്ന് വെച്ചാൽ ഇവർക്കിനി വല്ല തെളിവും കിട്ടിയാലോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ സോമന്റെ പേരൻസിന്റെ ഡെത്ത് ആനിവേഴ്സറി ആയിരുന്നു. അവിടെയായിട്ട് സോമന്റെ ഫ്രണ്ട്സും വന്നിട്ടുണ്ട്. അതേസമയം തന്നെ നമ്മുടെ ഡിറ്റക്റ്റീവ് കിമ്മിനെ കാണിക്കും. അവർക്കാണെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ആ ഈവിൾ സ്പിരിറ്റിനെ പറ്റിയിട്ടുള്ള നല്ല ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരങ്ങനെ അവനെ തേടി വരാൻ വേണ്ടിയിട്ട് ഒരുങ്ങുമായിരുന്നു. ഇവന് സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇവൻ പെട്ടെന്നാണ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് ടെലിപ്പോർട്ടായിട്ട് മാറുന്നത്. അതേസമയം തന്നെ നമ്മുടെ സോമനെ കാണിക്കും. അവൻ അവന്റെ ഫ്രണ്ട്സിന്റെ
ഫ്രണ്ട്സിന്റെ കൂടെ ഒന്ന് പുറത്തോട്ട് വരും. വന്നിട്ട് അവന്റെ പേരൻസിന്റെ ആക്സിഡന്റ് എവിടാണോ നടന്നത് അവിടെ വന്ന് ഒരു പൂ എടുത്ത് വെക്കും. സോമൻ അങ്ങനെ വീട്ടിലോട്ട് വരുന്ന വഴിയിൽ വെച്ച് അവനെ ആരോ ഫോളോ ചെയ്യുന്നത് പോലെ തോന്നും. നോക്കുമ്പോ ആരാ, നമ്മളുടെ ഈവിൽ സ്പിരിറ്റ്. ഇവനെ കാണുന്നേ സോമൻ പറയും, അവസാനം ഞാൻ നിന്നെ കണ്ടുപിടിച്ചു എന്ന്. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.